Maths ഹലോ tips. ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ്. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ലീവാണ്, പക്ഷെ എക്സാം ഉണ്ട് നാളെ. അപ്പോൾ ഞാൻ മാത്സ് ആണെന്ന് വിചാരിച്ച് മാത്സ് എടുത്തു, പക്ഷെ മാത്സ് പോസ്റ്റ്പോൺ ചെയ്തു ലാസ്റ്റത്തേക്ക്. അപ്പോൾ നാളെ ഇംഗ്ലീഷും സോഷ്യലാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്, സ്ക്വയർ ആൻഡ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. മാത്സിൻ്റെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ വായിച്ച് ഒരിക്കലും പഠിക്കരുത്, ചെയ്ത് തന്നെ പഠിക്കണം. എത്ര മടിയാണെങ്കിലും അത് ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കാം. പിന്നെ ചെയ്യണ സമയത്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 1+1 എന്ന് പറയുമ്പോൾ 2 ആണ്. അത് തന്നെ റിപ്പീറ്റഡ് ടൈംസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് കാണാതെ പഠിക്കാൻ പറയില്ലേ, അങ്ങനെയായിരിക്കും. ബൈ ഹാർട്ടായിട്ട് നമ്മൾ പഠിച്ച പോലെ ആയിരിക്കും. ഇപ്പോൾ 1+1 എന്ന് പറയുന്നത് 2ന് പകരം വേറെ 2+1 3 എന്ന് പഠിക്കുക. അതേപോലെ നമ്മൾ അത് നമ്പർ മാറ്റി ചെയ്ത് നോക്കുക, അപ്പം നമുക്ക് കിട്ടുമെന്ന് നോക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ സെയിം തന്നെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. പഠിക്കുന്നതിന് മുമ്പ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. പിന്നെ 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. പിന്നെ മാത്സ് പഠിക്കണ സമയത്ത്, ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുക, പിന്നെ മീഡിയം ആയിട്ടുള്ള ചെയ്യുക, പിന്നെ ഹാർഡ് ആയിട്ടുള്ള ചെയ്യുക. അതാണെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാത്സ് ടെക്സ്റ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. ഒരു പെൻസിൽ കൈ പിടിക്കുക, അല്ലെങ്കിൽ പേന വെച്ച് മാർക്ക് ചെയ്യുക, ഹൈലൈറ്റർ യൂസ് ചെയ്യുക, അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ സമ്മറിയൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം, കാരണം അതിലെ ഡെഫിനേഷനൊക്കെ നല്ല സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാത്സിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.